കഴിഞ്ഞത് പാലക്കാട് എത്തിയ പാലക്കാടിന്റെ രാഹുലിനെ ആശ്വസിക്കാം. പാലക്കാടിന്റെ വളരെ നിർണായകമാണ്. ഒന്നാമത്തെ റൗണ്ടിൽ 1804 ലീഡ് ഉണ്ടായിരുന്ന BJPക്ക് 1116 ലീഡ് ചുരുങ്ങുന്നു എന്നതാണ്. ഒന്നാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ അത് കോൺഗ്രസ് ലോക്സഭയിലെ കണക്ക് വേണം സുജിയ. ലോക്സഭയിലെ കണക്കുകൾ ഒന്നാം റൗണ്ടിൽ ലോക്സഭയിൽ എത്ര ലീഡ് ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഒന്നാമത്തെ റൗണ്ടിൽ CK 1116. ഇപ്പോഴും പറയുന്നതായിട്ടൊന്നും ഒന്നാമത്തെ റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തെന്ന്. ഞങ്ങൾ ലീഡ് ചെയ്യേണ്ട സ്ഥലമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത ഉണ്ണി സാറിന് സന്തോഷമായത് സന്തോഷമുണ്ട്. നോക്കൂ, ഒന്നാമത്തെ റൗണ്ടിൽ കോൺഗ്രസിന് സന്തോഷിക്കാവുന്ന ഒരു കാര്യം പറയാം. LDFനേക്കാൾ UDFന് ഏകദേശം 900ഓളം വോട്ടുകളാണ് ലീഡ്. ഒന്നാമത്തെ റൗണ്ടിൽ 900 വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ LDFനേക്കാൾ UDFന് ലീഡുണ്ട്. അതായത് സരിൻ പിടിച്ചിരിക്കുന്നത് 2128. അതായത് സരിനിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച വോട്ട് വന്നിട്ടില്ല. അതാണ് സരിന്റെ കാൽക്കുലേഷനിൽ ആദ്യത്തെ റൗണ്ടിൽ എറർ പറ്റിയിട്ടുണ്ടോ എന്നതാണ് അറിയേണ്ടത്. നോക്കൂ, ആദ്യ ഫലസൂചന എത്തുമ്പോൾ BJPക്ക് 700 വോട്ടിന്റെ കുറവ് കഴിഞ്ഞ തവണത്തെ 2021 വോട്ട് പ്രകാരം ഉണ്ടാവുന്നു. പക്ഷെ അപ്പോഴും BJP തന്നെ ലീഡ് ചെയ്യുന്നു. പാലക്കാടിന്റെ CK ലീഡ് ചെയ്യുന്നു 1116 അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ പുലിക്കുട്ടിയാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. രാഹുൽ ഒന്നാമത്തെ റൗണ്ടിൽ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാനൊരു കണക്ക് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനൊരു കണക്കുണ്ട്. 2021 750 വീതമുള്ള 20 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് ഈ 1804 ലീഡ്. ഇപ്പോൾ 14 ബൂത്തുകളിലെ 9599 വോട്ടുകളിലാണ് ഈ ലീഡ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അധികം ആത്മവിശ്വാസം ഉയർത്തേണ്ടതില്ല. ലോക്സഭയിലെ കണക്ക് കിട്ടിയോ? നമുക്ക് ലോക്സഭയിലെ എടുക്കാം. ലോക്സഭയിലെ കണക്ക് കൂടി നമുക്ക് നോക്കണം. ആ കണക്കാണ് ഏറ്റവും ഡിസിസീവ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ട്രെൻഡാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഒന്നാം റൗണ്ടിൽ BJP ലീഡ് ചെയ്യുന്നു. പക്ഷേ ഈ ശ്രീധരനെ അപേക്ഷിച്ചുള്ള ലീഡ് നിലയിൽ 700 വോട്ടിന്റെ കുറവ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാകുമ്പോൾ LDF കഴിഞ്ഞ തവണത്തേക്കാൾ 895 വോട്ട് അധികം. 895 വോട്ടുകൾ സരിൻ അധികം പിടിച്ചിരിക്കുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ ഒന്നാമത്തെ റൗണ്ടിൽ 895 വോട്ടുകൾ പിടിച്ചിരിക്കുന്നു. 895 വോട്ടുകൾ പിടിച്ചിരിക്കുന്നു സരിൻ. അല്ലെ സുജിയ, കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ടാ? ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകും. പാലക്കാട് കഴിഞ്ഞ 20 റൗണ്ടാണ് ഫസ്റ്റ്. പാലക്കാട് 20 റൗണ്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 200 വോട്ടുകൾ എന്നുള്ളത് BJPക്ക് അത്ര സുഖകരമായ ഒരു കണക്കായിരിക്കില്ല. പക്ഷേ അത് പിരായിരിയിലെ കുറവ് വെച്ച് പരിഹരിക്കുമായിരിക്കും. നോക്കാം. പക്ഷേ ഏറ്റവും നിർണായകമായത് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സ്റ്റെതസ്കോപ്പ് ആണ് താമരയുടെ ഇത്തവണത്തെ ജീവൻ നിലനിർത്താൻ പോകുന്നത്. സ്റ്റെതസ്കോപ്പ് ഇത്തവണ വോട്ട് പിടിച്ചിരിക്കും. സ്റ്റെതസ്കോപ്പിന് സ്വന്തമായിട്ടൊക്കെ നിൽക്കാൻ അറിയാം. ഇപ്പോൾ സ്റ്റെതസ്കോപ്പ് വോട്ട് പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഒന്നിച്ചങ്ങ് വിഴുങ്ങാമെന്നുള്ള ആ ഒരു അമിത ആത്മവിശ്വാസം ഇത്തവണ പോകും. 895 വോട്ടുകളാണ് ഒന്നാമത്തെ റൗണ്ടിൽ LDF സരിൻ പിടിച്ചിരിക്കുന്നത്. അധികമായി പിടിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 895 വോട്ട് മുനിസിപ്പാലിറ്റിയിൽ കൂട്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് BJPയുടെ ശക്തി കേന്ദ്രമായ UDFനും ആദ്യ ബൂത്തുകളല്ല. ആദ്യ ബൂത്തുകൾ UDFനാണ് കൂടുതൽ. 1-2 ബൂത്തുകൾ. പക്ഷേ 16 വോട്ടുകൾക്ക് പാലക്കാട് C കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്ന കാഴ്ച. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ പ്രതീതിയാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്നത്. പോസ്റ്റൽ ബാലറ്റിൽ ഏകപക്ഷീയമായ തേരോട്ടമായിരുന്നു CKയുടേതെങ്കിൽ, എന്നാൽ ഒന്നാമത്തെ റൗണ്ടിൽ എത്തുമ്പോൾ ശ്രീധരനെ അപേക്ഷിച്ച് CKയുടെ വോട്ട് കുറയുന്നു. എന്നാൽ താരതമ്യേന ഭേദപ്പെട്ട ലീഡാണ്. ചേലക്കര EVM കൗണ്ടിംഗ് ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 1890 വോട്ടിന് ലീഡ് ചെയ്തു. 890 ഒന്നാമത്തെ ഇതിലല്ലേ. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏകദേശം 200 വോട്ടുകൾക്ക് കൂടുതലാണ്. 2016 പാലക്കാടിന്റെ കാര്യത്തിൽ പാലക്കാട് കഴിഞ്ഞ തവണ 20 റൗണ്ട് ഉണ്ട്. ഇപ്രാവശ്യം 14 റൗണ്ട് ആണല്ലോ. അപ്പോൾ റൗണ്ടുകൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം കൂടി. ചേലക്കരയാണോ? പാലക്കാട് 20 റൗണ്ട് ഉണ്ടല്ലോ. പാലക്കാട് 20 റൗണ്ടാണ്. 20-14 റൗണ്ടിലെ വ്യത്യാസം നോക്കണം. കഴിഞ്ഞ തവണ 20 റൗണ്ട് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായത് പ്രതിഫലിച്ചേക്കാം. പക്ഷേ നോക്കൂ, പാലക്കാട് വ്യക്തമായ മുൻതൂക്കം ആദ്യഘട്ടത്തിൽ NDA സ്ഥാനാർത്ഥിയായ C കൃഷ്ണകുമാറിന് ലഭിക്കുന്നു. ചേലക്കരയിൽ വ്യക്തമായ ആധിപത്യമാണ് UR പ്രദീപിനുള്ളത്.